സോ ഡിസംബറിലൊക്കെ നമുക്ക് ഇങ്ങനെ ഗ്ലൗസിൻ്റെ ഒക്കെ ആവശ്യം വരുള്ളൂ എന്ന് തോന്നുന്നു. സെപ്റ്റംബർ ഒക്ടോബറിലെ തണുപ്പ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഞാൻ വന്നിട്ട് 2 മാസമായിട്ടുള്ളൂ. പക്ഷേ നല്ല തണുപ്പായിരിക്കും, കാരണം ഞാൻ വന്ന ടൈമിൽ ഇവിടെ നല്ല തണുപ്പായിരുന്നു. അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കൈയൊക്കെ നല്ല ഫ്രീസാവും. പക്ഷേ ഇവിടെ ആരും ഗ്ലൗസ് ഒന്നും ഇട്ട് നടക്കില്ല, അപ്പം നമ്മൾ മാത്രമേ ഗ്ലൗസ് ഇട്ട് നടക്കണം. അങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ ഗ്ലൗസ് ഒന്നും ഇട്ടിട്ടില്ല. പക്ഷേ ആ ടൈമിൽ തണുപ്പായിരിക്കില്ലല്ലോ ഇനിയിപ്പോൾ വരാൻ പോകുന്ന തണുപ്പ്, അത് ഭയങ്കര ഇതായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു മഞ്ഞത്ത് മാത്രമേ ഒരു ഗ്ലൗസ് ഇട്ടുള്ളൂ എന്ന് അറിയില്ല. അച്ചാർ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ടൈമിൽ നമുക്ക് നാട്ടിലെ ഫുഡ് വേറെ എന്ത് മിസ് ചെയ്തില്ലേ ഫുഡ് മിസ് ചെയ്യും. പ്രത്യേകിച്ച് എന്നെ പോലുള്ള ഐ തിങ്ക് ഈ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ എന്തായാലും അച്ചാർ എടുക്കും. സോ പക്ഷെ നല്ല രീതിയിൽ പാക്ക് ചെയ്യണം, അല്ലെങ്കിൽ എല്ലാം ഒലിച്ച് പെട്ടി മൊത്തം നിറഞ്ഞ് വെളിച്ചെണ്ണ പാടും. അങ്ങനെ നിങ്ങൾ ചെയ്യാതിരിക്കുക, നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ട് കൊണ്ടുവരാം. പിന്നെ ചിപ്സ്, നിങ്ങളിപ്പോൾ നാട്ടിലെ ചിപ്സ് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ചിപ്സ്. പിന്നെ സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിന് പറ്റിയ സംഭവങ്ങൾ സെലക്ട് ചെയ്യും. ഇപ്പം നമുക്ക് എല്ലാത്തിനും നമ്മളെല്ലാം ചോദിക്കുന്നത് ആരുടെ അടുത്ത്, ChatGPT അടുത്ത്. അപ്പോൾ നമുക്ക് ChatGPT അടുത്ത് ചോദിക്കാം, അല്ലെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് പറ്റുള്ളവർ പുറത്തേക്ക് പോകുമ്പോൾ ഇവിടെ വന്നിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്കിൻ എപ്പോഴും ഡ്രൈ ആയിരിക്കും. ഓയിലി ആവാനുള്ള സമയം ഇവിടെ ഉണ്ടാവില്ല, ഓയിലി ആവാറില്ല മിക്കപ്പോഴും. കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ വെതർ അങ്ങനെയാണല്ലോ. ഇപ്പോൾ ഇനി ഇത് കഴിഞ്ഞ് സെപ്റ്റംബർ ഒക്ടോബർ ആ ടൈമൊക്കെ ആകുമ്പോഴേക്കും എന്തായാലും ഓയിലി ആവേ ഇല്ല, കാരണം അത്രയും ഡ്രൈ ആവും സ്കിന്ന്. ഈ തണുപ്പത്ത് നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവുമല്ലോ. അപ്പോൾ ഇവിടെ തണുപ്പാണല്ലോ, അപ്പോൾ അതിന് എപ്പോഴും ഡ്രൈ ആയിരിക്കും. സോ ഒരു മോയ്സ്ചറൈസർ, സിറം, പിന്നെ സൺസ്ക്രീൻ. ഇപ്പോൾ ഇവിടുത്തെ വെയിൽ നല്ല വെയിലാണ്, വെച്ചാൽ നല്ല ചൂടുള്ള വെയിലാണ്. സോ അതിനെന്തെങ്കിലും പറ്റുമെന്ന് എനിക്കറിയില്ല ആ വെയിലടിച്ച് കഴിഞ്ഞാൽ. പക്ഷേ ഇവിടുത്തെ കുട്ടികൾക്കൊക്കെ എപ്പോഴും സൺസ്ക്രീൻ ഇട്ട് കൊടുത്തിട്ടാണ് പോവാറ്. അപ്പോൾ സൺസ്ക്രീൻ എന്തായാലും എടുക്കാം. ഐ തിങ്ക് ഇവിടുത്തെ വെള്ളം കുറച്ചും കൂടി ഹാർഡായിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ ഈ ഹാർഡായിട്ടുള്ള വെള്ളത്തിൽ കുളിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾ എല്ലാ ദിവസം ഇപ്പോൾ തണുപ്പായതുകൊണ്ട് എപ്പോഴും എല്ലാ ദിവസം തല കുളിക്കണമെന്നില്ല. ഇപ്പോൾ ഡ്രയറൊക്കെ കൊണ്ടുവരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും തല കുളിച്ചുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അല്ലെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല, നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് തല കുളിക്കണമെങ്കിൽ കുളിക്കാം. ആൻഡ് അപ്പോൾ ഹെയർ സെറം കൊണ്ടുവരാൻ നോക്കുക, കാരണം മുടിയൊക്കെ എപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കാൻ ചാൻസ്. ഹെയർ സിറം കൊണ്ടുവരിക. പിന്നെ തലയിൽ തയ്ക്കുന്ന എണ്ണയൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എണ്ണയൊക്കെ തയ്ച്ച് കുളിക്കാം. ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഹെൽപ്പ് ചെയ്യും. ഞാൻ തയ്ക്കാറില്ല, കൊണ്ടുവന്നിട്ടുണ്ട്. ബ്ലാങ്കറ്റ്, പില്ലോ കവർ അങ്ങനെയൊന്നും കൊണ്ടുവരേണ്ട കാര്യമില്ലെന്ന് തോന്നുക. നമ്മൾ ഔപ്പറായിട്ടുള്ള വരുന്നത്. സോ നമ്മളൊരു ഫാമിലി നിൽക്കുമ്പോൾ അവർ തന്നെ അതൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. സോ അതൊക്കെ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യും. പക്ഷേ പേസ്റ്റ് അങ്ങനെയുള്ള സംഭവങ്ങൾ നിങ്ങൾ കൊണ്ടുവരാം, അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും. മേ ബി ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യും, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വല്ലയിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ തന്നെ സേഫ് ആയിട്ടുള്ള ഓപ്ഷൻ നോക്കിയിട്ട് കൊണ്ടുവരാം.